ക്രിസ്മസ് എക്സാം എഴുതാൻ പോകുന്ന മുഴുവൻ കുട്ടികളുടെയും ശ്രദ്ധയ്ക്കായിട്ട് ടീച്ചർ പറയാണ്. ആദ്യം മുതൽ 1, 2, 3, 4 ചാപ്റ്ററുകളിൽ നിന്ന് നമുക്ക് 30% ചോദ്യമാണ് വരിക. ബാക്കി 5 മുതൽ നമ്മുടെ സോളിഡ്സ് വരെയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ബാക്കി 70% ആ ഭാഗത്തു നിന്നാവും ഉണ്ടാവുക. അതിനകത്ത് തന്നെ ട്രിഗ്നോമെട്രി എന്നാണ് നമുക്ക് മുൻ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി ട്രിഗ്നോമെട്രി കഴിഞ്ഞാൽ പിന്നെ 7 ടാൻജൻറ്റ്, സോളിഡ്, ഈ സെക്കൻഡ് വോളിയത്തിൽ സോളിഡ് വരെയുള്ള ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ വർഷം ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. അപ്പോൾ വളരെ വേഗം നിങ്ങൾ നോട്ട്ബുക്കും പേനയൊക്കെ എടുത്തിരിക്കുക. നമുക്ക് ഫുള്ളൊരു റിവിഷൻ വളരെ വേഗം നടത്താം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസ് ടീച്ചർ വേഗം ഒന്ന് പറഞ്ഞു പോകാം. 4, 7, 10 എക്സെട്ര ഈ ടൈപ്പിലുള്ളവയാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസസ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഡി സെയിം ആയിരിക്കണം, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഏതൊരു സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ സെയിം ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് ഡിനോട്ട് ചെയ്യുന്നത്? ഡി, കോമൺ ഡിഫറൻസ് ഡി, അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത്. അപ്പം ഈ ഫസ്റ്റ് ടേമിനെ നമ്മൾ എ എന്ന് വിളിച്ചാൽ എ ഇസ് ഈക്വൽ ടു 4ഉം ഡി ഇസ് ഈക്വൽ ടു 3യും. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എഴുതിയേക്കാം. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 4 ആൻഡ് കോമൺ ഡിഫറൻസ് 3 ആണെങ്കിൽ ഒരു സീക്വൻസ് എഴുതാൻ ആവശ്യപ്പെട്ടാൽ ഇതിൻ്റെ ഒരു 10th ടേം, വാട്ട് ഈസ് എ 10th ടേം എന്ന് നമ്മളടുത്ത് ചോദിച്ചാൽ 10th ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ an ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡി എന്ന് പറയുന്നത് 3 ആണ്. പത്താമത്തെ പദമാണ് 10th ടേമാണ് നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ എന്ത് കൊടുക്കണം? 10 എന്ന് കൊടുക്കണം. പ്ലസ് ഫസ്റ്റ് ടേം 4 മൈനസ് 3. അപ്പോൾ 10th ടേം എ എന്ന് വെച്ചാൽ 10th ടേം ഇസ് ഈക്വൽ ടു 30 പ്ലസ് 4 മൈനസ് 3 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 31 ആയിരിക്കും ഈ സീക്വൻസിൻ്റെ 10ാമത്തെ ടേം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സീക്വൻസ് ഇതായിരുന്നു: 4, then 7, 7 3 10, 10 3 13 എക്സെട്ര. അങ്ങനെ പോയാൽ 10ാമത്തെ ടേം എന്ന് പറയുന്നത് നമുക്ക് 31 കിട്ടും. അപ്പോൾ ഇവിടുത്തെ വേറൊരു ചോദ്യം, ഇനി ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് 28 ഇതിലെ ഒരു ടേമാണോ, ഇതിലെ ഒരു പദമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം നോക്കുക, കോമൺ ഡിഫറൻസ് ഇവിടെ ആരാ? ഇവിടെ 3 കൂട്ടിയാൽ വരും, ഇവിടെ 3 കൂട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് 3 ആണ്. 7നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 2s are 6, റിമൈൻഡർ 1 വന്നു. ദെൻ ഞാൻ 13നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 4s are 12, റിമൈൻഡർ 1 വന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ 28നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം 7 8 3 24 9, 9 3s are 27, റിമൈൻഡർ 1 ആണ്. സോ എല്ലാത്തിനും, അതായത് കോമൺ ഡിഫറൻസ് കൊണ്ട് ഈച്ച് ആൻഡ് എവറി ടേമിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് സെയിം ഡിനോമിനേറ്റർ കിട്ടിയാൽ അതെല്ലാം എന്താണ്? ആ സീക്വൻസിലുള്ള. അപ്പോൾ 28ൻ്റെ 3 കോമൺ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് 28 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി ടേംസ് ഓഫ് ദിസ് സീക്വൻസ്, ഇവിടെ 4 മുതൽ 31 വരെ എത്ര ടേം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് ടേംസ് n ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ടേമിനെ നമ്മൾ xn എന്ന് വിളിച്ചു. ഇത് x, ഇത് x1, ഇത് x2 എക്സെട്ര, ഇത് xn എന്ന് വിളിച്ചാൽ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ xn മൈനസ് x1 ബൈ d പ്ലസ് 1 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അത് കാണാതെ പിടിച്ചു വെച്ചോണം. അപ്പോൾ xn ഇവിടെ ആരാ? 31 മൈനസ് 4 ബൈ d എത്ര? 3 പ്ലസ് 1, 31 മൈനസ് 4, 31 4 പോയാൽ 27 ബൈ 3 പ്ലസ് 1. 27 ബൈ 3 എത്രയാണെന്ന് നമുക്കറിയാം, 9 പ്ലസ് 1. എത്ര പേരുണ്ടായിരുന്നു? 10 ടേം. ശരിയല്ലേ? നമ്മൾ ഈ പ്രോബ്ലം തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു 30 വാട്ട് ഈസ് എ 10th ടേം എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ 31ലോട്ട് എത്തിയത് അല്ലേ? അപ്പോൾ നോക്കുക, ഈ 4 മുതൽ 31 വരെ ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടായിരുന്നു? 10 എണ്ണം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് തുകയാണ്. തുക കണ്ടുപിടിക്കുക, ഫൈൻഡ് ദ സം. സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം n/2 ഇൻറ്റു, ഇങ്ങനെയാണ് എഴുതേണ്ടത്, n/2 ഇൻറ്റു
ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം. ലാസ്റ്റ് ടേമിനെ നമ്മൾ xn എന്നും ഫസ്റ്റ് ടേമിനെ x1 എന്നും വിളിച്ചാൽ ഇക്വേഷൻ n/2 ഇൻറ്റു xn പ്ലസ് x1, അല്ലെങ്കിൽ x1 പ്ലസ് xn എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. x1 പ്ലസ് xn. അപ്പോൾ n എത്ര പേരുണ്ടെന്ന് നമുക്കറിയാം. എത്രയാണ്? 10. 10/2 ഇൻറ്റു x1 എത്രയാണ്? 4 പ്ലസ് 31. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് കൊണ്ട് കട്ട് ചെയ്താൽ 5 വരും. 5 ഇൻറ്റു 35 എത്ര വരും? 5 5 25. റിമൈൻഡർ 2. 5 3s are 15 plus 2 175. അപ്പോൾ 4 മുതൽ 31 വരെ ഉള്ള ആൾക്കാരുടെ സം എന്ന് പറയുന്നത് 175 ആണ്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് 10 അറിഞ്ഞുകൂടാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ n ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം വേണം ഈ ഇക്വേഷനിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ ഇവിടുന്ന് വേറൊന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, നമുക്കിതിൻ്റെ ഡി അറിഞ്ഞുകൂടാന്ന് വിചാരിക്കുക സപ്പോസ്. അതായത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ഈസ് 7 ആൻഡ് ടെൻത്ത് ടേം ഈസ് 31. ഇത് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു വിചാരിക്കും. ഫോം ദ സീക്വൻസ് എന്നോ അല്ലെങ്കിൽ ഫൈൻഡ് ഡി എന്നോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് കേട്ടോ. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എടുത്താൽ മതിയാവും. അപ്പോൾ ടേം ഡിഫറൻസ് വെച്ചാൽ എന്നാ? 31 - 7 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്താ? 10 - 2. 31 7 കുറച്ചാൽ എത്രയാണ്? 31 7 കുറച്ചാൽ ആൻസർ ഈസ് 24 ഡിവൈഡഡ് ബൈ 10 - 2 എത്ര? 8. ഇത് കട്ട് ചെയ്ത് എത്ര കിട്ടും? 8 3 അല്ലേ 24. അപ്പം നമുക്ക് ഡി എത്ര കിട്ടി? ആ ക്വസ്റ്റ്യൻ്റെ ഡി എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അടുത്തത് സർക്കിൾ എന്നുള്ള ചാപ്റ്ററാണ്. അതിനകത്ത് കോൺസെപ്റ്റെല്ലാം വളരെ വേഗം പറയാം. സർക്കിളിലെ സെൻറ്ററിൽ കൂടി നമ്മൾ വരയ്ക്കുന്ന വരിയാണല്ലോ ഡയമീറ്റർ എന്ന് പറയുന്നത്, വ്യാസം. അപ്പോൾ ഡയമീറ്ററിൽ നിന്നും നമ്മൾ സർക്കിളിലേക്ക് എത്താത്ത രീതിയിൽ നമ്മൾ ട്രയാങ്കിൾ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. 90-നേക്കാൾ കൂടുതലായിരിക്കും. ഒരു 100 110 ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. കറക്റ്റ് സെമി സർക്കിളിൽ നിന്ന് നമ്മൾ ഓൺ ദ സർക്കിൾ കറക്റ്റ് സർക്കിളിൽ നിർത്തുന്ന പോലെ നമ്മൾ ട്രയാങ്കിൾ വരച്ചുവെങ്കിൽ കറക്റ്റായിട്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടാൻ. അല്ലെങ്കിൽ റൈറ്റ് ആംഗിളാണ് ഫോം ചെയ്യപ്പെടുന്നത്. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും ഉറപ്പായിട്ടും. ഇനി സർക്കിളിൻ്റെ പുറത്തേക്കാണ് ആംഗിൾ പോകുന്നത് എങ്കിൽ അത് ലെസ് ദാൻ 90 ആയിരിക്കും. ഓക്കെ, ഇതൊരു 70 വല്ലോ ആകാനാണ് സാധ്യത. അപ്പോൾ പിന്നെ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, സർക്കിളിൻ്റെ എവിടെയെങ്കിലും നമ്മളൊരു കോഡ് വരയ്ക്കുക. ഇത് ലോങ്സ്റ്റ് കോഡാണ് ഈ വരച്ചത്, സെമി സർക്കിളായിരുന്നു. അടുത്തൊരു ചെറിയ കോഡ് നമ്മൾ വരച്ചുവെങ്കിൽ ആ കോഡിൽ നിന്നും ഓൺ ദ സർക്കിളിലേക്ക് ഞാനൊരു ട്രയാങ്കിൾ അതിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിലേക്ക് എവിടെയിട്ടെങ്കിലും ഒരു ആംഗിൾ വരച്ചു എന്ന് വിചാരിക്കുക. ആ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് ഒരു സപ്പോസ് ഒരു 70 ആണെന്ന് വിചാരിച്ചാൽ ആ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ എവിടെ വരയ്ക്കുന്ന ആംഗിളും എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ 70ക്ക് ഈക്വൽ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു കോഡിൽ നിന്ന് ഈ കോഡിൽ തുടങ്ങി ഈ കോഡിൽ അവസാനിക്കുന്ന രീതിയിൽ വരയ്ക്കുന്ന ഏതൊരു ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. നമ്മളൊരു കോഡിൽ നിന്നും സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക്, അതായത് സർക്കിളിൻ്റെ ഏതെങ്കിലും 2 പോയിന്റിൽ നിന്ന് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ആംഗിൾ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതേ 2 എൻഡ് പോയിന്റിൽ ഇത് തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന രീതിയിൽ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിലേക്ക് ഞാൻ എങ്ങോട്ടേ വരച്ചാലും ആ ആംഗിൾ എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ്റെ നേർ പകുതിയായിരിക്കും. അപ്പോൾ ഇത് ആംഗിൾ 60 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഇത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ എവിടെ വരയ്ക്കുന്നത് എങ്ങനെ ആയിരിക്കും? 30 ആയിരിക്കും. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇവിടെയൊക്കെ ആംഗിൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതെല്ലാം എന്തായിരിക്കും? 30. ഈച്ച് ആൻഡ് എവറി ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ സെൻറ്റർ ആംഗിളിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. അതായത് ഒരു സർക്കിളിൽ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക. ആ ട്രയാങ്കിൾ അത് സർക്കിളിൻ്റെ ഉള്ളിൽ, സർക്കിളിൻ്റെ അകത്താണ് ട്രയാങ്കിൾ വരുന്നത്. ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സാധാരണ ഓൺ ദ സർക്കിൾ അല്ലേ, ഈ പോയിന്റ് സർക്കിളിൻ്റെ ഈ വെർട്ടക്സസ് 3 വെർട്ടിസസ് 3 എവിടെ ആയിരിക്കണം? ഓൺ ദ സർക്കിളിൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് സർക്കിളിൽ 70 ഡിഗ്രി 60 ഡിഗ്രി വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കുക എന്ന് ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? ഇവിടെയുള്ള ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലോ ഈ സെൻറ്ററിൽ വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെയുള്ള ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പം നമ്മളത് വരയ്ക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താ? നമ്മൾ സർക്കിൾ വരച്ചതിന് ശേഷം
ട്രയാങ്കിളിൻ്റെ അളവ് 60 ഡിഗ്രിയും 70 ഡിഗ്രിയും ആണെങ്കിൽ അത് അളക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഇതെന്താണ്, ഇതിൻ്റെ ഇരട്ടി, 60ൻ്റെ ഇരട്ടി, 60 + 60 120 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടറിൽ അളന്നെടുക്കുന്നു. അതുപോലെ 70 + 70 140 ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ അളന്ന് 3 ലൈൻസ് കണ്ടുപിടിക്കുന്നു. ഇനി എന്ത് ചെയ്ത് 3ഉം കൂടി ജോയിൻ ചെയ്താൽ നമുക്ക് വേണ്ട ട്രയാങ്കിളായി. ഇത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ ഉള്ളൊരു ചോദ്യം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നുള്ള ചോദ്യമാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കേട്ടോ, സൈക്ലിക് അഥവാ ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജം എന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിൽ ഒരു ചതുർഭുജം നമ്മൾ വരയ്ക്കുന്നു. ആ ചതുർഭുജം ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവാനുള്ള കണ്ടീഷൻ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എപ്പോഴും 180 ആയിരിക്കും. ഇത് രണ്ടും കൂട്ടിയാലും 180 ആയിരിക്കും. ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് ചിലപ്പോൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഈ പാഠത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ PA × PB = PC × PD എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പ്രകാരമുള്ള ചില ചിത്രങ്ങൾ വരച്ചെടുക്കുന്ന ആ ഐഡിയ അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണിത്. ചോദ്യം ഇതാണ്: ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 cm ആൻഡ് ഹൈറ്റ് 3 cm, 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരച്ച് അതിന് തുല്യ അളവിലുള്ള സമചതുരം നിർമ്മിക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇത് 5 cm ആണല്ലോ, നമ്മൾ 3 cm കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഇങ്ങോട്ടേക്ക്. 5ഉം 3ഉം നമ്മൾ കറക്റ്റ് റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഒരു 3 cm നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. 3 cm, ഇത് 3 cm ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിൻ്റെ മിഡ് പോയിൻ്റ് 5, 3, 8ൻ്റെ കറക്റ്റ് പകുതി, അതായത് 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സാധാരണ പകുതിയിൽ കൂടുതൽ അളവെടുത്ത് കോമ്പസ് വെച്ച് ഇങ്ങനെ ആർക്ക് വരച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ടീച്ചർ അത് വേഗം ചെയ്തു പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു വര ഇതിലേക്ക് കൂടെ കടന്നു പോകും. അപ്പോൾ ഈ പോയിൻ്റ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. ഇങ്ങനെ സെമി സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ ഈ സെമി സർക്കിൾ ഈ ലൈനിൽ എവിടെ ജോയിൻ ചെയ്തതെന്ന് നോക്കണം. കണ്ടോ, ആ ലൈൻ വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ നീളം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്കും ഈ നീളം ഇങ്ങോട്ടേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് അത് ഷെയ്ഡ് ചെയ്തെടുക്കുക. അതാണ് എന്ത് ചെയ്യുക, ആ കറസ്പോണ്ടിങ് റെക്റ്റാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് PA × PB = PC². ഇങ്ങനെ വരും. PC ഇത് ഇങ്ങോട്ട് താഴേക്ക് ഉണ്ടെങ്കിൽ PC × PD നമുക്ക് പറയാം. ഇത് ജസ്റ്റ് ഇങ്ങോട്ട് മാത്രമേ ഉള്ളതുകൊണ്ട് അങ്ങനെയും കൂടെ എഴുതാം കേട്ടോ. മനസ്സിലായല്ലോ. അടുത്തത് നമ്മുടെ തേർഡ് ചാപ്റ്ററാണ് സാധ്യതകളുടെ ഗണിതം അഥവാ മാത്തമാറ്റിക്സ് ഓഫ് സയൻസ്. പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. എന്താണ് ഫേവറബിൾ? ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത് എന്താണോ അതാണ് ഫേവറബിൾ ഔട്ട്കം, ടോട്ടൽ ഔട്ട്കം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ന് മഴ പെയ്യുമോ ഇല്ലയോ എന്നൊരാൾ ചോദിക്കാമെന്ന് വിചാരിക്കുക. അപ്പം മഴ പെയ്യുക അല്ലെങ്കിൽ പെയ്യാതിരിക്കുക. ആകെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എത്ര? ആകെ 2 സാധ്യതയുള്ളൂ അല്ലേ? ഒന്നെങ്കിൽ പെയ്യും അല്ലെങ്കിൽ പെയ്യാതിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ 2ആണ്. അത് ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത് ഇന്ന് മഴ പെയ്യുമോ. അപ്പം മഴ പെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒരാൾ മഴ പെയ്യും അല്ലെങ്കിൽ ഒന്നെങ്കിൽ മഴ പെയ്യും അല്ലെങ്കിൽ മഴ പെയ്യില്ല. അപ്പം മഴ പെയ്യാനുള്ള സാധ്യത 2 ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ 1/2 എന്നാണ് നമുക്കതിന് പറയാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു ഉദാഹരണം ടീച്ചർ ചോദിച്ചാൽ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 5 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. 5 കുട്ടികൾ 1, 2, 3, 4, 5 5 കുട്ടികളുടെ ടീച്ചർ ഒരാളെ ഡസ്റ്റർ എടുക്കാൻ വിടുക. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഓടിപ്പോയി ഡസ്റ്റർ എടുത്തുകൊണ്ട് പോകാൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ 5. 5ൽ ഒരാളെ വിടാനുള്ള സാധ്യത എന്താ? 1/5 ആണ്. മൂന്നാമനെ വിടാനുള്ള സാധ്യത എന്ത് തന്നെയാണ്? 1/5 തന്നെയാണ്. അതായത് ഒരാളെ വിടാനുള്ള സാധ്യത ഫേവറബിൾ ഔട്ട്കം 1 ആണ്. 2 പേരെ വിടാനുള്ള സാധ്യത എത്രയാണ്? 5ൽ ഈ 2 പേരെ ചിലപ്പോൾ വിടാം. അപ്പം 2/5 എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ, ഈ 2 പേരെ വിടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പോഴും എന്താ ഔട്ട്കം? 2 പേര്, 5 പേരിൽ 2 പേര്. ഇവിടെ ഈ 2 പേരാണെങ്കിലും 5ൽ 2 തന്നെ. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ആണ് എന്ത്? പ്രോബബിലിറ്റി അഥവാ സാധ്യത എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു ചോദ്യം: ഒരു ബാഗിൽ 3 റെഡ് ബോളും 10 വൈറ്റ് ബോളും ഉണ്ടെങ്കിൽ വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ആകെ ഈ ബാഗിൽ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചെടുക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം നമുക്ക് എടുക്കാം? 11 തവണ എടുക്കാം. 13 തവണ എടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത് 13 ആണ്. അതിൽ എത്ര തവണ എടുത്താലാണ് നമുക്ക് ഈ വൈറ്റ് കിട്ടുക? 10 പ്രാവശ്യം നമുക്ക് എന്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്? 10 കിട്ടാനുള്ള വൈറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ 10/13 ആണ് വൈറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി. റെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ആണെങ്കിലോ 3/13. അപ്പോൾ ഫേവറബിൾ ചോദ്യകർത്താവ് ആവശ്യപ്പെട്ടേക്കുന്ന റെഡ് ആണെങ്കിൽ അതാണ് ഫേവറബിൾ ഔട്ട്കം. ഫേവറബിൾ ഔട്ട്കം
ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ക്ലിയർ അല്ലേ? ഇനി ചില ചിത്രങ്ങളിൽ നമുക്ക് ജോമെട്രിക്കലായിട്ട് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ. ഇവിടെ ഇപ്പോൾ ഒരു ടീച്ചർ സ്റ്റാർ വരച്ചിട്ടുണ്ട്. ഈ സ്റ്റാറിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ടീച്ചർ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ആ കുത്തു വീഴാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം, ഈ ജോമെട്രിക്കൽ ഫിഗറിനെ ഈക്വൽ പാർട്ടായിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളതിനെ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അതാ നോക്കുക, ടീച്ചർ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് സെയിം സൈസിലുള്ള കുറേ ട്രയാങ്കിൾസ് ആക്കി ഇതിനെ മാറ്റി, ഒരേ വലുപ്പമുള്ള ട്രയാങ്കിൾസ് ആക്കി മാറ്റുന്നു. നോക്കുക, സെയിം ഇതെല്ലാം ഒരേ വലിപ്പത്തിലുള്ള ട്രയാങ്കിൾസ് ആക്കി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയുണ്ടെന്ന് നോക്കുക. നമ്മളിവിടെ 1 2 3 4 5 6 7 8 9 10 11 12 ആകെ 12 എണ്ണത്തിൽ ഷെയ്ഡ് ചെയ്ത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. അപ്പം 6/12 മീൻസ് 1/2 അല്ലേ? കട്ട് ചെയ്ത 6 1s are 6 6 2s are 12 1/2 ഹാഫ് ചാൻസ് ആണ് എന്തുള്ളത്, നമ്മൾ കണ്ണടച്ചൊരു കുത്തിട്ടാൽ ഇതിനകത്തെ കുത്തു വീഴാനുള്ള സാധ്യത. ക്ലിയർ ആയല്ലോ? പിന്നെ ഈ ഒരു ചിത്രം കണ്ടോ, ഇതിനകത്ത് ചിലപ്പോൾ നമുക്ക് ഡിവിഷൻ നടത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ പാർട്ടാക്കി കഴിയുമ്പോൾ ഒരേപോലത്തെ ചിത്രങ്ങൾ കിട്ടാതെ വരുന്ന അവസ്ഥ വരും. അപ്പം നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്മോളർ ആൻഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ലാർജർ. കുറേ ഉണ്ട് കേട്ടോ, ഞാൻ വെറുതെ എളുപ്പം എന്ന് പറയുന്നതാണ്. അതായത് വലുതിൻ്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, താഴ്ഭാഗത്ത് എഴുതുന്നു. അകത്തുള്ളത് ചെറിയ ഏരിയയാണ്, ഇതിൻ്റെ ഏരിയ നമ്മൾ മുകളിൽ എഴുതുന്നു. അത്ര എഴുതി വെച്ചിട്ട് കട്ട് ചെയ്താണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വേരിയബിൾസ് സെയിം ആകാൻ ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും ഇത് സ്ക്വയർ അല്ലേ, അപ്പം ഈ സ്ക്വയറിന് ഞാൻ സൈഡിന് എ ആന്ന് വെച്ചു, അപ്പം എ സ്ക്വയർ ആണ് എന്ത് ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. ദെൻ സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരത്തിന് 6 എന്നല്ല എടുക്കേണ്ടത്. ഈ ലെങ്ത്ത് ഇത് ഫുൾ എ ആണെങ്കിൽ ഇവിടെ വരെയുള്ളതിന് എങ്ങനെ എടുക്കണം, നമ്മൾ a/2 എന്ന് എടുക്കണം. അപ്പോൾ പൈ ആർ സ്ക്വയറിൻ്റെ അവിടെ ആറിൻ്റെ അവിടെ എന്ത് കൊടുക്കണം, a/2 എന്ന് കൊടുത്തെങ്കിലേ ശരിയാവത്തുള്ളൂ. എങ്കിലും നമുക്കത് കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്ത് വരും, പൈ ഇൻറ്റു a²/2 ഡിവൈഡഡ് ബൈ a² എന്ന് വരും. അപ്പോൾ a² കട്ടായിപ്പോൾ ബാക്കി π/2² അല്ലേ, ദാറ്റ് ഈസ് π/4 എന്ന് വരും ഇക്വേഷൻ. ക്ലിയർ ആയോ? അപ്പം ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ഏതാണോ വലിയ ഫിഗർ അതിൻ്റെ ഏരിയ ഡിനോമിനേറ്റർ ആക്കി കൊടുക്കുക, ഉള്ളിലുള്ളതിൻ്റെ ഏരിയ ന്യൂമറേറ്റർ ആക്കിയും കൊടുക്കുക. ക്ലിയർ അല്ലേ? അടുത്തത് 4th ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ax² + bx + c = 0 എന്ന ഫോർമാറ്റിലുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി. ഒന്ന് എക്സിൻ്റെ പവർ 2, പിന്നെ എക്സിൻ്റെ പവർ 1, പിന്നെ എക്സ് ഇല്ലാത്തൊരു ടൈം, അല്ലെങ്കിൽ ജസ്റ്റ് x² = 0 എന്ന് പറഞ്ഞാൽ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താ പറയുക, ഒരു 4 + x = 6 എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സിന് ആകെ ഒരേ ഒരു വാല്യൂ കിട്ടും, 4ഉം 2ഉം മാത്രമാണ് 6 അല്ലേ. സോ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 6 + 4 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, 6 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പം ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഇത് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഒരു ആൻസർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് 2 ആൻസർ കിട്ടും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു x² + 2x + 1 = 0 എന്നൊരു ഇക്വേഷൻ വന്നിരിക്കും. അപ്പോൾ ഇവിടെ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുത്താൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ x² + 2x + 1 നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, അതായത് x + 1 ഹോൾ സ്ക്വയർ അല്ലേ ഇത്. അതായത് എഴുതാനുള്ള എളുപ്പമാർഗ്ഗം ഇതിൻ്റെ സ്ക്വയർ റൂട്ടും എഴുതാം. അപ്പോൾ x + 1 ഹോൾ സ്ക്വയർ = 0 ആണെന്ന് വെച്ചാൽ x + 1 × x + 1 = 0 എന്നല്ലേ. അതായത് ഇവിടെ x + 1 = 0 എന്ന് എഴുതാം, ഈ x + 1 = 0 എന്ന് എഴുതാം, ഈ x + 1 = 0 എന്ന് എഴുതാം. അപ്പോൾ എക്സിന് കിട്ടുന്ന വാല്യൂ x = -1 എന്നൊരു വാല്യൂ ഇവിടെയും കിട്ടും, x = -1 എന്നൊരു വാല്യൂ ഇവിടെയും കിട്ടും. അപ്പോൾ എക്സിന് എത്ര ആൻസേഴ്സ് നമുക്ക് കിട്ടും, സെയിം ആണെങ്കിൽ പോലും 2 സൊല്യൂഷൻ നമുക്കിവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു സത്യാവസ്ഥ. ഓക്കെ, ഇനി ഒരു ഇക്വേഷൻ ഫോം ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ഒരു ചോദ്യം ഇതാണ്, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡിനേക്കാളും
2 കൂടുതലാണ് ഈ സൈഡ്. അപ്പോൾ ഈ സൈഡ് അറിഞ്ഞൂടാ. എപ്പോഴും നമ്മൾ അൺനോണിനെ നമ്മൾ എക്സ് എന്ന് അൺനോൺ വേരിയബിളിനെ നമ്മൾ എപ്പോഴും എക്സ് എന്ന് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഈ പുള്ളിക്കാരൻ x+2 ആണ്. അപ്പോൾ നമ്മൾ ഫോം ദ ഇക്വേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ദെൻ ഇറ്റ്സ് ഏരിയ ഈക്വൽ ടു 224. ഇതിൻ്റെ ഏരിയ അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 224 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം എല്ലിൻ്റെ സ്ഥാനത്ത് x+2 ഇൻറ്റു എക്സ് ഈക്വൽ ടു 224. സോ ഇത് ബ്രാക്കറ്റ് പൊട്ടിക്കൽ പ്രോസസ്സ് അറിയാലോ നിങ്ങൾക്ക്. എക്സിനെ എക്സ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² പ്ലസ് 2 ഇൻറ്റു എക്സ് 2x ഈക്വൽ ടു 224. അപ്പോൾ ഇവിടെ നോക്ക്, ടീച്ചർ പറഞ്ഞ ഫോർമാറ്റ് എന്താ? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന് വന്നാലാണ് ഇതെന്താവുന്നത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവുന്നത്. അപ്പോൾ ഈ 224 ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതിയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി. പക്ഷെ നമുക്ക് സോൾവ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മളിതിന് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ എന്നൊരു മെത്തേഡ് ഉണ്ട്. അതാണ് കുറച്ചുകൂടി എളുപ്പം. അതൊന്ന് ടീച്ചർ പറഞ്ഞു പോവാം. ഈ 224നോട് നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഒരു നമ്പർ ഇതിനോട് കൂടി ആഡ് ചെയ്താൽ ഏറ്റവും നിയറസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. നോക്കുക, 224നോട് കൂടി +1 ആഡ് ചെയ്താൽ ഇതെന്തായി മാറും? 225 ഈസ് ദ സ്ക്വയർ ഓഫ് 15 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റി. അപ്പോൾ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ 1 ആഡ് ചെയ്തെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതെന്തായി? ടീച്ചർ പറഞ്ഞതിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതാനായിട്ട് ഒന്നുകൂടെ എഴുതാം. x² പ്ലസ് 2x പ്ലസ് 1. ഇനി നമ്മളിതിനെ മാറ്റുന്നു. എന്താ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. x²ൻ്റെ സ്ക്വയർ റൂട്ട് എക്സ്, 1ൻ്റെ സ്ക്വയർ റൂട്ട് 1x പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് എന്ത്? 225. അപ്പോൾ 225 ആരുടെ സ്ക്വയറാ? 15ൻ്റെ. സോ 15 സ്ക്വയർ. അപ്പോൾ രണ്ടിടത്ത് സ്ക്വയർ വന്നിട്ട് കട്ട് ചെയ്താൽ x പ്ലസ് 1 ഈക്വൽ ടു 15. സോ x ഈക്വൽ ടു 15 മൈനസ് 1 എന്ന് കിട്ടും. മനസ്സിലായോ? അതായത് x ഈക്വൽ ടു 14. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് ഈ ടീച്ചർ തിരിച്ചു വരാം. ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എക്സ്, ഇത് 14 ആണെങ്കിൽ ഇതിനേക്കാളും 2 കൂടുതൽ. 14 പ്ലസ് 2 എന്താ? 16. 16 ഇൻറ്റു 14 ആണ് എന്ത്? 224. ശരിയല്ലേ? അപ്പം കംപ്ലീറ്റിൻ്റെ സ്ക്വയർ മെത്തേഡ് വഴി ഇത് നമുക്ക് സോൾവ് ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് കംപ്ലീറ്റിൻ്റെ സ്ക്വയർ അല്ലാത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ x² പ്ലസ് 2x ഈക്വൽ ടു 224 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, x² പ്ലസ് 2x മൈനസ് 224 ഈക്വൽ ടു 0. അപ്പോൾ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റിൻ്റെ സ്ക്വയർ ഉപയോഗിക്കാതെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കൊടുത്ത് നമുക്കിതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹിയർ a ഈസ് ഈക്വൽ ടു x²ൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ ആരാണോ ഉള്ളത് അയാൾ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇല്ലെങ്കിൽ 1. b ഈസ് ഈക്വൽ ടു എന്താണ്? ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റായി 2. c ഈസ് ഈക്വൽ ടു വിത്ത് സൈൻ നമ്മൾ എഴുതണം കേട്ടോ, മൈനസ് 224 ആണ് എന്ത്? c എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷനകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഇക്വേഷനകത്തിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ വരും? മൈനസ് ബി അതായത് -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബിയുടെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 224. ഇവിടെ പിള്ളേരെ നിങ്ങൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഭാഗം ഞാൻ ഏതാന്ന് പറയട്ടെ. 2 ഇൻറ്റു 1. ഈ മൈനസ് ഇൻറ്റു മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് എന്ന് എഴുതണം അടുത്ത സ്റ്റെപ്പിൽ കേട്ടോ, അല്ല നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 പ്ലസ് എന്നാവും. ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 224 ഇൻറ്റു 4 എത്ര വരും? 4 4s are 16. റിമൈൻഡർ 1. 2 4s are 8 പ്ലസ് 1 9. 2 4s are 896 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 896 4 900 അല്ലേ? 900 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ ആണ്. ഇവിടെ മാത്രം 2 ഇടരുത്, ഓൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 900ൻ്റെ റൂട്ട് നമുക്കറിയാം. ടീച്ചർ ഇങ്ങോട്ട് എഴുതാം. -2 പ്ലസ് ഓർ മൈനസ് 30/2. അപ്പോൾ -2 പ്ലസ് 30/2ഉം -2 മൈനസ് 30/2ഉം രണ്ട് ആൻസർ കണ്ടേ. 2 ഓപ്ഷൻസ് നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 2 ആൻസർ കിട്ടും. പക്ഷേ നമ്മളിവിടെ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. 30 - 2 എന്താണ്? 30 - 2 എന്ന് പറയുന്നത് 28/2ഉം ഇത് മൈനസിൻ്റെ ഭാഗം നമ്മൾ ചെയ്യേണ്ട ഒഴിവാക്കാം. അപ്പോൾ 28/2 എന്ന് വെച്ചാൽ എന്ത് പറയും? 14. അപ്പോഴും നമുക്ക് അതേ സെയിം ആൻസർ കിട്ടിയില്ല. 14 ഒരു എക്സ് എന്ന് പറയുന്നത് 14
ലെങ്ത് എന്ന് പറയുന്നത് 14 2 16. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ നിന്നിട്ടുള്ള പാഠഭാഗങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ട്രിഗ്നോമെട്രി ചാപ്റ്റർ 5 ആണ്. ഇതിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 36 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു കേട്ടോ 80-ൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. അപ്പോൾ ട്രിഗ്നോമെട്രിയിൽ മെയിനായിട്ട് 2 റൈറ്റ് ട്രയാങ്കിൾസിനെ പറ്റിയാണ് നമ്മൾ മെയിൻ കോൺസെപ്റ്റായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ഒന്ന് 45 45 90 എന്നുള്ള ട്രയാങ്കിളും ഒന്ന് 30 60 90 എന്നുള്ള ട്രയാങ്കിളും. അപ്പോൾ ഇതിൻ്റെ സൈഡ്സിൻ്റെ മെഷർമെൻറ്റിൻ്റെ റേഷ്യോസ് ഒന്ന് പറഞ്ഞേക്കാം. ഇത് 1x, സാധാരണ ഇതിൽ ടീച്ചേഴ്സ് 1:1:√2 എന്നാണ് പറയാറ്. ഇത് 1:√3:2 എന്നാണ്. പക്ഷേ ടീച്ചർ പറയുമ്പോൾ ഞാൻ എക്സ് കൂട്ടിയേ പറയുള്ളൂ കേട്ടോ. നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ല. 1x √2x, ഇവിടെ 3x 1x 2x. ടീച്ചർ ഒന്ന് എഴുതിയേക്കാം. അതായത് 45 90 വരുന്ന ആംഗിൾ വരുന്ന ട്രയാങ്കിളിലെ റേഷ്യോ 1x 2x. ഇനി 30 60 90 വരുന്ന ട്രയാങ്കിളിലാണെങ്കിൽ 1x √3x 2x. എന്തിനാണെന്നറിയാം, എക്സ് ഇട്ട് പഠിക്കാൻ ടീച്ചർ പറയുന്നത്. ഉദാഹരണമായിട്ട് ഇവിടുത്തെ ഈ മെഷർമെൻറ്റ് ശ്രദ്ധിച്ചോണം. ഈ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 12 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് അതർ 2 സൈഡ്സ് ചോദിച്ചാൽ എങ്ങനെ ചെയ്യുന്നറിയാം. അപ്പം നമുക്കറിയാം 90യുടെ ഓപ്പോസിറ്റാണ് 12. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് ആണല്ലോ 12. അപ്പോൾ 12 കിടക്കുന്ന ഏത് പൊസിഷനിലാണ്? 2x എന്ന് പറയുന്ന സ്ഥലത്താണ് 12 കിടക്കുന്നത്. അപ്പോൾ ഇവിടെ 2x = 12. അപ്പോൾ x = 12/2 ആയ 6 എന്ന് കിട്ടും. എവിടെ? 1xൻ്റെ സ്ഥാനത്ത് അല്ലേ? ഇവിടെ അല്ലേ 6 വരുന്നത്, ഇവിടെ √3x. അപ്പോൾ ഈ വാല്യൂസ് എങ്ങനെ മാറും? ഇത് 6 ആണ്, ഇത് 6 √3 ആണ്, ഇത് 12 ആണ്. മനസ്സിലായി? 3 വളരെ വേഗം കിട്ടിയത് കണ്ടോ. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ വാല്യൂ 8 എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ 1xൻ്റെ സ്ഥാനത്താണ് 8 എങ്കിൽ ഈ 1x 8 തന്നെയല്ലേ? ഇത് 8√2. എളുപ്പമല്ലേ? ഈ ടീച്ചർ വേറൊന്നും പറയാം. ഇതിൻ്റെ വാല്യൂ 10 എന്നാണെന്ന് വിചാരിക്കുക. അതായത് √2xൻ്റെ പൊസിഷനിൽ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? √2x ആണല്ലോ 90യുടെ ഓപ്പോസിറ്റ്, =10 ആണെങ്കിൽ x = 10/√2. 10/√2 എന്ന് എഴുതിയാൽ പ്രോബ്ലം ചെയ്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ചെയ്തേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. 10 എന്ന് വെച്ചാൽ 2 × 5/√2 അല്ലേ? ഈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? √2 × √2 എന്ന് എഴുതാം. √2 × √4 എന്ന് വെച്ചാൽ 2 അല്ലേ? × 5/√2. അപ്പോൾ ഈ ഒരു √2 കട്ടാൽ എന്ത് വരും? ഉത്തരം 5√2 എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാല്യൂ എന്ത് വരും? ഇത് 5√2, ഇത് 5√2 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് പ്രോബ്ലം മുഴുവൻ മുമ്പോട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. 1 ഓഫ് ദ ആംഗിൾ 60 എന്ന് കൊടുത്തിട്ടുണ്ട്. AB-യുടെ ലെങ്ത് 12 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ACDE. ഇതൊരു സ്ക്വയറാണ് ടീച്ചർ വരച്ചത്. ചെരിഞ്ഞൊക്കെ പോയെങ്കിൽ ഇതൊരു സ്ക്വയറാണ്. ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, ഈ സൈഡിൻ്റെ സൈഡ് കിട്ടണമല്ലോ. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് കിട്ടണം? ഈ AC-യുടെ ലെങ്ത് കിട്ടിയാൽ നമ്മുടെ പ്രശ്നം തീർന്നു. അപ്പോൾ AC-യുടെ ലെങ്ത് കിട്ടാൻ ഇത് 60 ആണെങ്കിൽ 30 ആണല്ലോ. അപ്പോൾ നമ്മളിത് എങ്ങനെ ഈ പ്രോബ്ലം എവിടെ നിന്ന് തുടങ്ങണമെന്ന് ശ്രദ്ധിക്കുക. 30 60 90 എഴുതുന്നു. നമ്മൾ പറഞ്ഞു 30യുടെ ഓപ്പോസിറ്റ് 1x, ഇത് √3x, ഇത് 2x. അപ്പോൾ ഏതിൻ്റെ ഓപ്പോസിറ്റാണ് √3x കിടക്കുന്നത്? 60യുടെ ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എന്താ? 12 cm എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഴുതാമല്ലോ. √3x = 12, x = 12/√3. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. 3 × 12 ആണല്ലോ, 3 × 4 ആണല്ലോ 12/√3 ചെയ്യുമ്പോൾ √3 × √3 ആണ് 3. അപ്പോൾ ഇത് ഒരു 3 കട്ടായിപ്പോയി എന്ത് വരും? 4√3 എന്ന് ഉത്തരം വരും അല്ലേ? ഈ സാധനം എത്രയാണ്? BC-യുടെ ലെങ്ത് 4√3 എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 4√3 എന്ന് എഴുതാം. ഇതെന്താ? 4√3 2 × 4√3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 2s are 8√3. ഈ പുള്ളിക്കാരൻ ആരാണ്? 8√3. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? 8√3. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലോ ഏരിയ. ഏരിയ = എന്ത് എഴുതാം നമുക്ക്? ഏരിയ = സൈഡ് ഇൻറ്റു സൈഡ്. അതായത്
8√3 ഇൻറ്റു 8√3 എത്ര വരും? 8 8s are 64 ഇൻറ്റു √3 ഇൻറ്റു √3 3 64 ഇൻറ്റു 3 192 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഇതിലൊരു ചോദ്യം ചെയ്യാം. The shadow of a vertical level ground increases by 10 meter when the altitude of the sun changes from the angle of the elevation 45 degree to 30 degree. Draw a rough figure and calculate the height of the tower. എന്താണ് ഒരു വെർട്ടിക്കൽ ലെവൽ ഗ്രൗണ്ടിലെ ഒരു ഷാഡോ, അതായത് സൂര്യൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് കെട്ടിടങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളുടെയൊക്കെ ഷാഡോ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം 10 മീറ്റർ നീളമുള്ള ഒരു ലെവൽ ഗ്രൗണ്ടിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ മൂവ് ചെയ്ത് മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് എ റഫ് ഫിഗർ, അതിൻ്റെ ഒരു റഫ് ചിത്രം വരയ്ക്കണം. കൂടാതെ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. ടവറിലാണ് നമ്മൾ വെയിൽ അടിക്കുന്നത്, അതിനനുസരിച്ചാണ് ഇതിൻ്റെ ആംഗിള് ഷാഡോയുടെ ലെങ്ത് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടവറിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടെത്തണം. നോക്കാം എങ്ങനെയാണെന്ന്. ടീച്ചർ വായിച്ചിട്ട് എനിക്ക് അർത്ഥം മനസ്സിലായില്ല. ഷാഡോ ഓഫ് എ വെർട്ടിക്കൽ ലെവൽ ഗ്രൗണ്ട് എന്നാണ് ടീച്ചർ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനായി. ഷാഡോ ഓഫ് എ വെർട്ടിക്കൽ ടവർ ഓൺ ലെവൽ ഗ്രൗണ്ട് എന്നുണ്ടായിരുന്നു കേട്ടോ. ടീച്ചർക്ക് ഈ വേർഡ് വിട്ടുപോയി, സോറി, ക്ഷമിക്കണം. അപ്പോൾ ഈ ടവറിൻ്റെ ഷാഡോയ്ക്ക് എത്രത്തോളം മൂവ്മെൻറ്റ് ഉണ്ടായി? 45 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ സൂര്യൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് മാറ്റം വന്നു. 10 മീറ്ററാണ് നീളം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ വരുമ്പോഴത്തേന് 10 മീറ്റർ വ്യത്യാസമാണ് അതിലുണ്ടാകുന്നത് എങ്കിൽ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ചിത്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ടവറുണ്ട്, ടവറാണിത്. ടവറിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടില്ല, നമ്മൾ ടവറിൻ്റെ ഹൈറ്റിനെ H എന്ന് വിളിക്കുക. ഇനി സൂര്യൻ ഇവിടെയൊക്കെ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ ഷാഡോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമല്ലോ. അപ്പോൾ ഷാഡോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം 45 ഡിഗ്രി ആയിരുന്നു ഷാഡോ എങ്കിൽ സൂര്യൻ ഇവിടെ നിൽക്കുന്ന സൂര്യൻ മൂവ് ചെയ്ത് താഴോട്ട് പോകുന്നവരും എന്ത് ചെയ്യും, നമ്മളുടെ ഈ ഷാഡോയ്ക്ക് ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് 45 ഡിഗ്രി നമുക്ക് വരയ്ക്കാം. ഇതുവരെ 45 ഡിഗ്രി കൊടുക്കാവേ. അപ്പോൾ എന്തായാലും ഈ 45 ഡിഗ്രി വരുമ്പോൾ നമുക്കറിയാം ഈ ലെങ്ത്തും സെയിം ആണ് അല്ലേ. ഇപ്പോൾ ഈ H തന്നെയായിരിക്കും ഈ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെങ്ത്ത് സെയിം ആണ്. ഇനി പിന്നെ എന്ത് ചെയ്യുക, ഷാഡോ മാറി, സൂര്യൻ മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചു, ഷാഡോയ്ക്ക് കുറച്ചും കൂടി ലെങ്ത് കൂടി, ഷാഡോയുടെ ലെങ്ത് കൂടി. അപ്പോഴത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ അതും വരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ റഫ് ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ജോലി പകുതി പൂർത്തിയാവും കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു പേരൊക്കെ കൊടുക്കുക. ഇനി എത്ര മീറ്റർ കൂടി എന്നാണ് പറഞ്ഞത്? ഷാഡോയുടെ ആദ്യത്തെ ഷാഡോ എത്രയാണെങ്കിൽ അവിടുന്ന് 10 മീറ്റർ കൂടെ കൂടി. അപ്പോൾ ഇത് 10 മീറ്ററാണ്. ഈ വാല്യൂവിനെ നമുക്ക് ഇത് H ആയതുകൊണ്ട് വേണമെങ്കിൽ ഇതിനെയും H എന്ന് തന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരനെ നമുക്ക് X എന്ന് വിളിച്ചാൽ ആ ലെങ്ത് തന്നെയാണല്ലോ ഈ ലെങ്ത്തും. അപ്പം നമ്മൾ tan 45 കണ്ടാൽ പേടിക്കേണ്ട, ഈ 45 ആയതുകൊണ്ട് ഈ രണ്ട് ലെങ്ത് സെയിമാണ്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, tan 30 നമുക്ക് എടുക്കാം. tan എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടെത്തേണ്ട മെഷർമെൻറ്റ് ഇതാ. കണ്ടെത്തേണ്ട വാല്യൂ ഈ റൈറ്റ് ട്രയാങ്കിൾ, ഈ വലിയ റൈറ്റ് ട്രയാങ്കിൾ നോക്കുക. ഈ റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഈ വാല്യൂ ഉള്ളത് എവിടെയാണ്? അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ഓപ്പോസിറ്റ് വരുന്ന ഏതാണ്? tan 30 tan ആണ് കേട്ടോ. അപ്പം ആംഗിൾ എന്ന് പറഞ്ഞാൽ tan 30 ഈക്വൽ ടു ഓപ്പോസിറ്റിനെ നമ്മൾ എന്ന് വിളിക്കുക, X എന്ന് വിളിച്ചാൽ X ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻ്റ് സൈഡ് 10 + X. അപ്പോൾ tan 30യുടെ വാല്യൂ നമുക്കറിയാം. tan 30 എന്താണ്? നമ്മൾ 1:30 ചെറിയൊരു ട്രയാങ്കിൾ ടീച്ചറോട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ 30 60 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് എന്താണെന്നാ പറഞ്ഞേ? 1x √3x 2x. അപ്പോൾ 1x tan 30 എന്ന് പറയുമ്പോൾ tan 30 എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 1x ബൈ √3x എന്ന് വെച്ചാൽ 1/√3. അപ്പോൾ tan 30യുടെ വാല്യൂ എത്രയാണ്? 1/√3 ഈക്വൽ ടു x/10 + x. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് മായിച്ചേക്കാം. റഫ് ചിത്രം ടീച്ചറൊന്ന് മായിച്ചേക്കാം. ബാക്കി സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്താവും? 10 + x ഈക്വൽ ടു x √3 എന്ന് വരും.
അപ്പോൾ എക്സ് രണ്ട് സെയിം ആക്കുക. x√3 - x = 10. അപ്പോൾ എക്സ് രണ്ടിലും കോമൺ ആണ്, പുറത്തെടുത്താൽ √3 - 1 എന്ന് വരും കേട്ടോ. √3യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലേ, 1.73 കാണാതെ പഠിച്ചേക്കണേ. അപ്പോൾ x × 1.73 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 1.73 1 കുറച്ച് എത്രയാണ്? x × 0.73 = 10. അപ്പോൾ x = 10/0.73. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു 10 / എങ്ങനെയാണ് ഈ 0.73 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നറിയാമോ അവിടെ പിള്ളേരെ? അതായത് പോയിൻറ്റിന് ശേഷം 2 പേരാണല്ലോ ഇവിടെയുള്ളത്, അപ്പം അത്രയും പൂജ്യമുള്ള ആളെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താവും? ഇത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 1000 / 73 എന്ന് വരും. അപ്പോൾ 1000 / 73യുടെ വാല്യൂ എത്ര വരും എന്നറിയോ? 13.65 മീറ്റർ എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ഹൈറ്റും ഈ ഡിസ്റ്റൻസും, ആ രണ്ട് ഡിസ്റ്റൻസ് എത്ര? ഇപ്പോൾ ചിത്രം ടീച്ചർ മായ്ച്ച് കളഞ്ഞിരുന്നു. ഇതെന്ന് പറയുന്നത് 13.65, ഇവിടെ വരെ 10 ആയിരുന്നല്ലോ, ഇതും 13.65. അപ്പോൾ ഇത് ടോട്ടൽ 23.65 ഈ ഷാഡോയുടെ ലെങ്ത്. ഹൈറ്റ് 13.65. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ അക്ഷങ്ങൾ, ആക്സിസുകൾ കറക്റ്റായിട്ട് പഠിച്ചോണം. അപ്പോൾ ആക്സിസ് നമുക്കറിയാം, ഇത് y ആക്സിസും ഇത് x ആക്സിസ്. x ഡാഷ് y ഡാഷ് എന്ന് പറയും കേട്ടോ. y ഡാഷ് വൈകളുടെ നെഗറ്റീവ് നമ്പേഴ്സും x ഡാഷും എക്സിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സും. അപ്പോൾ ഇതാണ് എന്താണ് ഒറിജിൻ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഒറിജിൻ എന്ന് പറയുന്നത് ഇതാണ് 0 0. ഇവിടെ x y ആക്സിസ് 0 0. അപ്പോൾ ഇത് 1 2 3, ഇത് -1 -2 -3 അങ്ങനെ പോകും. കുറച്ചുകൂടി നീട്ടി വേണേൽ വരയ്ക്കാം. അടുത്ത ഇത് x വൈയുടെ -1 വൈയുടെ -2 -3, ഇത് 1 2 3 ഇങ്ങനെ പോകും. ഇനി നോക്കുക ഇത് y അക്ഷത്തിൽ. ഇപ്പം നോക്കുക, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1,1. ഈ എക്സിലെ 1ഉം വൈയിലെ 1ഓട് ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് ഏതാ? ഇവിടെയാണ് നമ്മൾ 1,1 അടയാളപ്പെടുത്തേണ്ടത്. അടുത്തത് 0 -3. ഈ x 0, x എന്ന് പറയുന്നത് ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടില്ല, x 0യിൽ തന്നെ നിൽക്കുന്നു. y എവിടെ നിൽക്കുന്നേ? y എന്ന് പറയുന്നത് -3. y -3 എവിടെ എത്തി? ഇവിടെയാണ് എന്ത്? 0 -3 എന്ന പോയിന്റ് നിൽക്കുന്നത്. ഇനി അടുത്തത് ഏതാ? -3 0. ഈ x -3യിലെത്തി, ഇവിടെ എത്തി. y അല്പം പോലും എന്ത് ചെയ്തില്ല? മുകളിലേക്ക് താഴേക്കോ പോയില്ല. അപ്പോൾ എന്താ? ഇതാണ് -3 0. അപ്പോൾ നമ്മുടെ ഇനി 3 2 കൂടെ ഒന്ന് പറഞ്ഞേക്കാം. എക്സിൻ്റെ 3 ഇത്, വൈയുടെ 2 ഏതാ? പോയിന്റ് ഏതാ? ഇതാണ് 3 2 എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോയിന്റ് ഓൺ y ആക്സിസ്? y ആക്സിസ് ഇതല്ലേ y ആക്സിസ്. y ആക്സിസിൽ കിട്ടിയ പോയിന്റ് ആരാണ്? 0 -3. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? y ആക്സിസിൽ അല്ലെങ്കിൽ y അക്ഷത്തിൽ വരുന്ന ഒരു സൂചക സംഖ്യയുടെ x എലമെൻ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഈ പുള്ളിക്കാരൻ എവിടെയാ? ഇത് x ആക്സിസിലാണ് -3 0 എന്നുള്ള സംഖ്യ. അപ്പോൾ ഈ ഒറ്റ ഐഡിയയിൽ നിന്ന് ഇത് ഓർത്തോണം. ഇത് പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് 2 സൂചക സംഖ്യകൾ, 2 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇവ തമ്മിലുള്ള അകലം ഈ 4.1ഉം 1.5. ഇത് 4.1 എന്നുള്ളൊരു പോയിന്റ് ഇവിടെയും 1.5 എന്നുള്ള കോർഡിനേറ്റ് ഇവിടെയാണ്. ഇവ തമ്മിലുള്ള അകലം നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് സാധാരണ ഒരു 4ഉം 7ഉം തമ്മിലുള്ള അകലം, 8ഉം തമ്മിലുള്ള അകലം നമുക്ക് സ്കെയിൽ വെച്ച് കളന്നെടുക്കാം. പക്ഷേ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് സ്കെയിൽ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എല്ലാവരും പഠിച്ചു വെച്ചിരിക്കും. ഡിസ്റ്റൻസ് ഫോർമുല എന്തിനാ? √x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ. ഇതായിരിക്കും ഇക്വേഷൻ. ടീച്ചേഴ്സ് ചിലപ്പോൾ x1 - x2 സ്ക്വയറിനും y1 - y2 സ്ക്വയറിനും പറഞ്ഞിട്ടുണ്ടാവും. 2 ശരി തന്നെയാണ്, ഒരു തെറ്റുമില്ല. അപ്പം നമ്മൾ എന്താ കോർഡിനേറ്റ്സിൽ ഇതിനെ x1 y1 എന്നും ഇതിനെ x2 y2 എന്നും കൺസിഡർ ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആദ്യത്തേത് x1 y1, രണ്ടാമത്തേത് x2 y2 എന്ന് എടുത്താൽ x2 ആരാണ്? 1 - 4 ദോൾ സ്ക്വയർ പ്ലസ് y2 ആരാ? 5 - 1 സ്ക്വയർ. എന്നിട്ട് അതിൻ്റെ റൂട്ട് നമ്മൾ എടുക്കുന്നു. 1 - 4 എത്ര? ഒന്നിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ മൈനസും കൂടി വരും കേട്ടോ. -3 സ്ക്വയർ പ്ലസ് 5 - 1 എത്ര? 4 സ്ക്വയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ
3യുടെ സ്ക്വയർ മൈനസ് നെഗറ്റീവിൻ്റെ ആണെങ്കിലും അല്ലാത്തതിൻ്റെ ആണെങ്കിലും സ്ക്വയർ എടുത്താൽ നെഗറ്റീവ് പോകും കേട്ടോ. 3 3s are 9 പ്ലസ് 4 4s are 16ൻ്റെ റൂട്ട് എടുക്കണം. 16 9ഉം 25ൻ്റെ റൂട്ട് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 5 cm ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് ടാൻജൻസ്, തൊടുവരകൾ എന്നുള്ള ചാപ്റ്ററാണ്. ഒരു സർക്കിളിൻ്റെ ഒരൊറ്റ പോയിന്റിൽ കൂടി മാത്രം ടച്ച് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ലൈനിനെയാണ് നമ്മൾ തൊടുവര എന്ന് പറയുന്നത്. അപ്പോൾ തൊടുവര ആവാനുള്ള കണ്ടീഷൻ സർക്കിളിൻ്റെ റേഡിയസ്, ആരവും തൊടുവരയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിലെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അത് മസ്റ്റാണ്. ഇനി ഒരു സർക്കിളിൽ ഒരു തൊടുവര വരയ്ക്കാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ സർക്കിൾ വരച്ചിട്ട് സെൻറ്ററിൽ നിന്ന് വെറുതെ ഒരു ലൈൻ വരയ്ക്കുക. കോമ്പസ് ഉപയോഗിച്ച് രണ്ട് സൈഡിൽ ഓരോ ആർക്ക് വരച്ചിട്ട് കുറച്ച് നീട്ടി ഈ സൈഡിൽ നിന്ന് ഒരേ അളവിൽ ആർക്ക് വരച്ച് അത് ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒരു തൊടുവര വരയ്ക്കാൻ സാധിക്കും. അടുത്തത്, ഒരു സർക്കിളിൻ്റെ പുറത്ത് ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് നമുക്ക് ആകെ എത്ര തൊടുവര വരയ്ക്കാം? അപ്പം നമുക്ക് രണ്ട് തൊടുവര, 2 ടാൻജൻസ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അവയുടെ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. പി എയും പി ബിന്ന് നമ്മൾ ഡിനോട്ട് ചെയ്താൽ പി എ ഈക്വൽ ടു പി ബി ആയിരിക്കും. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ തൊടുവരയുടെ ഈ പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു റേഡിയസ് വരച്ചു. അപ്പോൾ ഇത് നമുക്കറിയാലോ, ഇത് 90 ആണ്. അപ്പോൾ ഇതൊരു എന്താണ് 90 ഡിഗ്രി വന്നു. പിന്നെ ഈ രണ്ട് പേരുടെയും കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ആംഗിളും കൂട്ടിയാൽ 180 ആയിരിക്കും. സപ്പോസ് ഈ ആംഗിൾ ഒരു 40 ഡിഗ്രി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് 140 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഈ കിട്ടിയ സാധനം എന്താണ്? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണെങ്കിൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇനി സർക്കിളിൻ്റെ ഒരു പുറത്തെ ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജൻ്റ് തൊടുവര വരയ്ക്കാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം ഷുവറായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ലൈൻ സർക്കിളിൻ്റെ സൈൻ ഇപ്പോൾ ഒരു 7 സെൻറ്റിമീറ്റർ അകലെ, ഇത് 7 സെൻറ്റിമീറ്റർ എന്നും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 സെൻറ്റിമീറ്റർ അകലെ നിങ്ങളൊരു മാർക്കിംഗ് നടത്തുക. എന്നിട്ട് ഈ ലൈനിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക. കോമ്പസ് എടുത്ത് പകുതിയിൽ കൂടുതൽ അളവെടുത്ത് നമ്മൾ ഇങ്ങനെ ആർക്ക് വരച്ചതിന് ശേഷം അത് രണ്ടും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഇതേൽ കുത്തി നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളെ ജോയിൻ ചെയ്ത പോയിന്റ് ആയിരിക്കും പി എ ആൻഡ് പി ബി എന്ന് പറയുന്ന ടാൻജൻറ്റിൻ്റെ എയും ബിയും. ഇത് പി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സർക്കിളിൻ്റെ പുറത്തെ ഒരു പോയിന്റ് സർക്കിളിലേക്ക് ടാൻജൻറ്റ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവൽ ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞുല്ലോ, ടീച്ചർ പറഞ്ഞു, ഇവിടെയുള്ള ആംഗിൾ എന്താണോ അതും ഇവിടെയുള്ള ആംഗിളും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഒരു സർക്കിളിൻ്റെ പുറത്തുകൂടി നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കണം എന്നൊരു കോൺസെപ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുമെന്ന് ചോദിച്ചാൽ ഈ ആംഗിൾ അവർ തന്നിട്ടുണ്ടാവും. ഇതൊരു 40 ഡിഗ്രി എന്നും ഇതൊരു 50 ഡിഗ്രി. അപ്പോൾ നമുക്ക് ശൂന്യതയിൽ നിന്നുകൊണ്ട് ഈ ആംഗിൾ വരയ്ക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണം? നമുക്ക് ഉറച്ച് നിൽക്കാനൊരു സ്ഥലം വേണമല്ലോ. അപ്പോൾ സെൻറ്ററിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കിത് വരയ്ക്കാൻ പറ്റൂ. സെൻറ്ററിൽ നിന്ന് വരയ്ക്കണമെങ്കിൽ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യുക? ഇത് 40 ആണല്ലോ. അപ്പോൾ ഇവിടെ വരേണ്ട ആംഗിൾ എത്രയാണ്? 140. അതായത് 180ൽ നിന്ന് 40 കുറച്ചുകൊണ്ട് ഇവിടെ 140 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലേക്കൂടെ ഒരു ടാൻജൻറ്റ് വരച്ചു. ഇതിലേക്കൂടെ ഒരു ടാൻജൻറ്റ് വരച്ച ടാൻജൻറ്റ് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻറ്റ് 140 ആയിരിക്കും. ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്ക് 40 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി അളവിൽ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോലെ ഒരു ടാൻജൻറ്റ് വരയ്ക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം സർക്കിൾ വരച്ചു. ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുറത്തെ ആംഗിളാണ് 40. ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ട്രയാങ്കിളിൻ്റെ പുറത്തെ ആംഗിൾ 40 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 180 - 40 ആയ 140 എവിടെ ക്രിയേറ്റ് ചെയ്യണം? സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 140 വരച്ചു. ഇവിടെയോ 180 - 60 മൈനസ് ചെയ്താൽ 120. അപ്പോൾ നമ്മളിവിടെ പ്രൊട്രാക്ടർ വെച്ച് 120 വരച്ചു. അങ്ങനെ 3 ലൈൻസ് കിട്ടിയിട്ട് ഇതിലേക്കൂടെയും ടാൻജൻറ്റ് വരയ്ക്കുന്നു, ഇതിലേക്കൂടെയും ടാൻജൻറ്റ് വരയ്ക്കുന്നു, ഇതിലേക്കൂടെയും ടാൻജൻറ്റ് വരയ്ക്കുന്നു. അങ്ങനെ 3 ടാൻജൻറ്റ് വരച്ചാൽ അത് ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് ഉറപ്പായിട്ടും ഇത് 140 ആണെങ്കിൽ ഇത് ഇവിടെ 40 കിട്ടിക്കോളും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് വരയ്ക്കുക, ഷുവറായിട്ടും ചോദിക്കുക. പിന്നെ അടുത്തൊരു കോൺസെപ്റ്റ് ഈ ചാപ്റ്ററിലുള്ളത്, ഇത് അതിലേക്കൂടെ ഒരു ടാൻജൻറ്റ് ടീച്ചർ വരച്ചു. ആ ടാൻജൻറ്റിനെ ടച്ച് ചെയ്യുന്ന പോലെ ഒരു കോഡും വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ എവിടെ ഉണ്ടാക്കുന്ന ആംഗിളിനോടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആളൊരു 70 ഡിഗ്രി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം എന്തായിരിക്കും? 70 തന്നെയായിരിക്കും.
അപ്പോൾ ഈ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ കാണിച്ചു തരാം, എങ്ങനെയാണ് അതിൻ്റെ ചോദ്യങ്ങൾ വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഫൈൻഡ് ആംഗിൾ ബി എ സി എന്ന് ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ആംഗിൾ ബി സി പി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ 140 ആണെങ്കിൽ നമുക്കറിയാം ഇതിന് നേർപകുതിയായ 70 അല്ലേ, അപ്പോൾ ആംഗിൾ ബി എ സി ഈക്വൽ ടു 70 ഡിഗ്രി. ഈ ആംഗിളിന് ഈ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റിനുണ്ടായ ആംഗിളിന് ഈക്വൽ അല്ലേ ഇവിടുത്തെ ആംഗിൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ബി സി പി എന്ത് തന്നെയാണ് 70 ഡിഗ്രി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചു വേണം കേട്ടോ. ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇത് ബൈ ഹാർട്ട് പഠിച്ചു വേണം കേട്ടോ. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഒരു ചോദ്യത്തിൽ ഈ ലെങ്ത് 6 എന്നും ഇത് എക്സ് എന്നും കൊടുത്തിട്ടുണ്ട്, ഇത് 4 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ? നമുക്കറിയാം പി എയുടെ വാല്യൂ അറിഞ്ഞൂടെ, എക്സ് ഇൻറ്റു പി ബി എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളമാണ്. അപ്പം എക്സ് പ്ലസ് 6 എന്ന് വേണേൽ എഴുതണം. അപ്പം 6 പ്ലസ് എക്സ് എന്നോ എക്സ് പ്ലസ് 6 എന്നോ എഴുതും, ഈക്വൽ ടു പി സിയുടെ സ്ക്വയർ എത്രയാണ്? 4 4s are, അതായത് 4 സ്ക്വയർ. നമ്മൾ ബ്രാക്കറ്റ് പൊട്ടിച്ചു, 6 ഇൻറ്റു എക്സ് 6x, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 16. അതാ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോയി. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോയി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട അവസ്ഥയായി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എക്സ് സ്ക്വയർ എന്നുള്ള വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം എഴുതണം. എക്സ് സ്ക്വയർ പ്ലസ് 6x ഈക്വൽ ടു 16. ടീച്ചർക്ക് എപ്പോഴും കംപ്ലീറ്റ് സ്ക്വയർ ചെയ്യാൻ കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ അതിന് എന്താണ് ഒരു മാർഗം, ഈ 16ൻ്റെ തൊട്ടടുത്ത സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് 25 അല്ലേ, അപ്പോൾ 9 ആഡ് ചെയ്യാം. അപ്പോൾ അതേ നമ്പർ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ടായ എക്സ്, ഇതിൻ്റെ സ്ക്വയർ റൂട്ടായ 3 എഴുതി. എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. അപ്പോൾ എന്ത് വന്നു, എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. അതായത് സ്ക്വയർ രണ്ടും കട്ടായാൽ എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 5, എക്സ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ശരിയല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്ക്, പി എസ് 6 2s are എത്രയാ, 6 2s are എന്നല്ല, 2 ഇൻറ്റു 2 പ്ലസ് 6 എത്ര, 8, 2 8s are 16 എന്നും കിട്ടും, 4 4s are 16 എന്നും കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ മാരത്തോൺ ഓട്ടത്തിൽ സോളിഡ്സ് ലാസ്റ്റ് ചാപ്റ്ററിലെത്തി. സോളിഡ്സിനകത്ത് നമുക്ക് ആദ്യം ഉള്ളത് സ്ക്വയർ പിരമിഡാണ്. സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത് ദാ ഈ സാധനമാണ്. അപ്പോൾ സ്ക്വയർ, അതായത് ബേസ് സ്ക്വയർ ഷേപ്പിലിരിക്കുന്ന ഒരു സാധനം, ഇതാണ് സ്ക്വയർ പിരമിഡ്. മുകൾ ഭാഗം കൂർത്തിരിക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് LSA കണ്ടുപിടിക്കണം, TSA കണ്ടുപിടിക്കണം, ആൻഡ് വോളിയം കണ്ടുപിടിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ സ്ക്വയർ പിരമിഡുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. സ്ക്വയർ പിരമിഡിൻ്റെ LSA എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, 2AL. A മീൻസ് ദ സൈഡ് ഓഫ് ദ ബേസ് എഡ്ജ് കേട്ടോ. ബേസ് എഡ്ജിൻ്റെ സൈഡിനെയാണ് എയുടെ A. ഇനി L എന്ന് പറഞ്ഞാൽ നോക്കാം, ഞാൻ ആ ചിത്രത്തിന് ഞാൻ വേറൊരു രീതിയിലൂടെ വരച്ച് കാണിക്കാം. ഇതൊരു സ്ക്വയറാണ്. ആ ട്രയാങ്കിൾസ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം എന്ന് ഉദ്ദേശിക്കുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് മിഡിലേക്ക് വരയ്ക്കുന്ന ഈ ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, L എന്ന് പറയുന്നത്. അപ്പം LSA ഈക്വൽ ടു 2AL ആണ്. അപ്പം LSA എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രം കേട്ടോ, ഈ ഒരു ഭാഗത്തിൻ്റെ മാത്രം ഏരിയ. ടോട്ടൽ എന്ന് പറയുമ്പോൾ ഈ താഴത്തെ ഏരിയയും കൂടെ ആഡ് ചെയ്യേണ്ടി വരും നമ്മൾ ഇതിൻ്റെ കൂടെ. അപ്പോൾ എന്ത് ചെയ്യണം, TSA ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് 2AL. ബൈ ഹാർട്ട് പഠിച്ചോണം, A സ്ക്വയർ പ്ലസ് 2AL ആണ് അടുത്ത ഇക്വേഷൻ. ദെൻ വോളിയം ഈക്വൽ ടു വോളിയം 1/3 A സ്ക്വയർ H. അപ്പോൾ ഇവിടെ നിങ്ങൾ പല പ്രശ്നങ്ങളും ഇവിടെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ഒരു സ്ക്വയർ പിരമിഡ് ആണല്ലോ ഇത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് L തന്നിട്ടുണ്ടാവും, സ്ലാൻഡ് ഹൈറ്റായ L തന്നിട്ടുണ്ടാവും. അതുപോലെ ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ നേരം H ആവശ്യമുണ്ടല്ലോ, H ഉണ്ടാവത്തില്ല. അപ്പോൾ H എന്ന് പറയുന്നത് നടുക്കൂടെ നമ്മളൊരു കമ്പ് കുത്തി ഇറക്കി ഇവിടെ വരെ എല്ലാം നിൽക്കുള്ളൂ, തറയിൽ ഉറച്ചിരുന്ന ഈ ഭാഗം വരെ. അപ്പോൾ L എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ മിഡിലേക്ക് വരയ്ക്കുന്ന ലൈനാണല്ലോ L. ഇത് L, ഇത് H. ഈ ദൂരം എന്ന് പറയുന്നത് എന്താ, ഈ പുള്ളിക്കാരൻ്റെ പകുതിയല്ലേ, A/2. അപ്പോൾ ഇവിടെ A/2 H നോക്കുമ്പോൾ ഇതെന്താ, റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനൂസ്. അപ്പോൾ L കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്, H സ്ക്വയറും A/2ൻ്റെ സ്ക്വയറും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതിയാവും. L സ്ക്വയർ ഇസ് ഈക്വൽ ടു H സ്ക്വയർ പ്ലസ് A/2 സ്ക്വയറാണ്.
ഇനി ചില സന്ദർഭങ്ങളിലുണ്ടല്ലോ പിള്ളേരെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും a/2 ആണ് മിസ്സിംഗ് എങ്കിൽ ഇതിൻ്റെ സ്ക്വയറിന് ഇതിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതിയോ. ചിലപ്പോൾ നമുക്ക് ലാറ്ററൽ എഡ്ജ് തന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ഈ ലാറ്ററൽ എഡ്ജിൻ്റെ നീളം എഡ്ജ് തന്നിട്ടുണ്ട്, അതുപോലെ ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തീരില്ല. ഇത് a/2 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എയും e/2 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എല്ല് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സ്ക്വയർ ഇത് 90 ആണല്ലോ. അപ്പോൾ ഈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ എല്ലിനെ നമുക്ക് എന്താക്കി എടുക്കണം? ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ അല്ലെങ്കിൽ എൽ സ്ക്വയർ എന്ന് ഉപയോഗിച്ചാലും മതി. എൽ സ്ക്വയർ പ്ലസ് a/2 സ്ക്വയർ. അപ്പോൾ എൽ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ സ്ക്വയർ മൈനസ് a/2 സ്ക്വയർ ചെയ്താലേ കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് എല്ല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ വരച്ചെടുക്കണം. എൽ സ്ക്വയറിൽ a/2 സ്ക്വയറും കൂടെ മൈനസ് ചെയ്യുമ്പോൾ h സ്ക്വയർ കിട്ടും. അപ്പോൾ ഇങ്ങനെ രണ്ട് സന്ദർഭങ്ങളുണ്ട്. ആ രണ്ട് സന്ദർഭങ്ങൾ നിങ്ങൾ സ്യൂട്ടബിളായിട്ട് ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാവേ. ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് ഏരിയ, സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് ഏരിയ എന്ന് വെച്ചാൽ സ്ക്വയർ ആണല്ലോ. ഏരിയ 100 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a ഇസ് ഈക്വൽ ടു നമുക്ക് 10 എന്ന് എഴുതാമല്ലോ. a സ്ക്വയർ ഈക്വൽ ടു 100, സോ a ഇസ് ഈക്വൽ ടു 10. ഇനി എല്ല് തന്നിട്ടുണ്ട്. എൽ ഇസ് ഈക്വൽ ടു ലാറ്ററൽ എഡ്ജ്, അതായത് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 13. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഉയരം കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഉയരം കണ്ടുപിടിക്കണം, ദെൻ വോളിയം കണ്ടുപിടിക്കണം. വോളിയവും സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം ടീച്ചർ ഇങ്ങനെ വരയ്ക്കാം. ഈ സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ വോളിയം ഈക്വൽ ടു 1/3 a സ്ക്വയർ h ആണ്. അപ്പോൾ നമുക്ക് h കിട്ടണം. അപ്പം ആ ചിത്രം ഒന്നുകൂടി മാറ്റി വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ വരച്ചാൽ നമുക്ക് h ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ നോക്കുക, നമുക്ക് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ 10 കിട്ടി അല്ലേ? 10 കിട്ടി. എന്താണ് ലാറ്ററൽ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 13 കിട്ടിയിട്ടുണ്ട്. ഇതാണല്ലോ ലാറ്ററൽ. ഇവിടെയും വരയ്ക്കാം, പക്ഷേ ടീച്ചർ പടം ക്ലിയർ ആകാൻ വേണ്ടിയാണ് കേട്ടോ, നിങ്ങൾക്ക് ഹൈറ്റ് കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വരച്ചത്. അപ്പോൾ ഇതാണല്ലോ യഥാർത്ഥത്തിൽ ഹൈറ്റ്. അപ്പോൾ ഇത് 13, ഈ ദൂരം എത്ര? ഇത് ആകെ 10 ആണെങ്കിൽ ഇത് എത്രയാണ്? 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? h ഇസ് ഈക്വൽ ടു 13ൻ്റെ സ്ക്വയറിൽ നിന്നും 5ൻ്റെ സ്ക്വയർ കുറച്ചാൽ മതിയാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 13ൻ്റെ സ്ക്വയർ എത്രയാണ്? 169 മൈനസ് 25, അതായത് 144. റൂട്ട് 144, അതായത് h ഇസ് ഈക്വൽ ടു 12. ഹൈറ്റ് എത്ര കിട്ടി? 12. ദെൻ വോളിയം ഈക്വൽ ടു, വോളിയത്തിൻ്റെ ഇക്വേഷൻ എനിക്കൊരു കോൾ വന്നിരുന്നു, അപ്പോൾ ഇത് കിട്ടിയോ എന്ന് അറിഞ്ഞൂടെ, ഒന്നുകൂടി പറയാം. ഹൈറ്റ് നമ്മൾ 12 12 കിട്ടിയത് എങ്ങനെയാണ്? ഈ എൽ സ്ക്വയറിൽ നിന്നും ഈ a/2 സ്ക്വയർ മൈനസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഈക്വൽ 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 169 മൈനസ് 25 144, ദാറ്റ് ഇസ് ഈക്വൽ 12. വോളിയം ഈക്വൽ ടു 1/3 a സ്ക്വയർ h ആണ്. സോ 1/3 ഇൻറ്റു a എന്ന് വെച്ചാൽ 10, 10ൻ്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 12 ആണ്. സോ 10ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 100 ഇൻറ്റു 12 എന്ത് വരും? അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഈ 3യും ഈ 12 കട്ട് ചെയ്ത് 4 എന്ന് എഴുതാം. അപ്പോൾ 100 ഇൻറ്റു 4 400 ക്യൂബിക് യൂണിറ്റ് എന്ന് വരും കേട്ടോ. cc ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് അല്ലെങ്കിൽ ക്യൂബിക് യൂണിറ്റ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, അടുത്തത് കോണാണ്. ഇതാണ് കോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. കോണിൻ്റെതും CSA ഇസ് ഈക്വൽ ടു πr/L ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr സ്ക്വയർ പ്ലസ് πrL ആണ്. അതായത് ബേസിലെ ഈ സർക്കിളിൻ്റെ ഏരിയയുടെ കൂടെ ഈ കർവ്ഡ് സർഫസ് ഏരിയയും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ. ദെൻ വോളിയം ഈക്വൽ ടു 1/3 πr സ്ക്വയർ h. ഈ ഇക്വേഷൻ 3 കാണാതെ പഠിച്ചോണം കേട്ടോ. ഇതിനകത്ത് L എന്ന് പറഞ്ഞാൽ ഈ ചെരിഞ്ഞ പൊക്കത്തിനാണ് നമ്മൾ L എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഹൈറ്റാണ്, ഇതെന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഫോം ആവുന്നുണ്ട്. അവിടെ നമ്മൾ പൈതഗോറസ് തിയറമോ മറ്റോ ഉപയോഗിച്ച് ഇത് L, ഇത് h, ഇത് r/2 ഉപയോഗിച്ചാണ് നീളം കൂടിയ ഭാഗം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ചെയ്താൽ ഇത് കിട്ടും. ഇതിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ ഇത് കിട്ടും. ഇതിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ ഇത് കിട്ടും. നീളം കുറഞ്ഞ രണ്ട് ഭാഗത്തിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കുക, സ്ക്വയേഴ്സ് മൈനസ് ചെയ്യുക. നീളം കൂടിയ ഭാഗത്തിന് കണ്ടുപിടിക്കാൻ സ്ക്വയേഴ്സ് തമ്മിൽ കൂട്ടുക. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നതെങ്കിലും മലയാളം മീഡിയത്തിലെ കുട്ടികളോട് ശ്രദ്ധിച്ചോളൂ. ഈ സെക്ടറൽ ഷീറ്റ് എന്ന് വെച്ചാൽ ഒരു വലിയ സർക്കിളിൽ നിന്നും ഞാനൊരു ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇതാണ് സെക്ടറൽ ഷീറ്റ്. ആ സെക്ടറൽ ഷീറ്റിൻ്റെ സെൻറ്റർ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കേന്ദ്രകോണം എന്ന് പറയുന്നത് 300 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ആൻഡ് 36 സെൻറ്റിമീറ്റർ ഈസ് റോൾഡ് ഇൻ എ കോൺ. സെക്ടറൽ ഷീറ്റിൻ്റെ സെൻട്രൽ ആംഗിൾ അതിന് 36 സെൻറ്റിമീറ്റർ ആണ്. എന്ത്? ഈ നീളം 36 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഞാൻ എഴുതിയപ്പോൾ റേഡിയസ് വിട്ടുപോയോ എന്ന് സംശയമുണ്ട് കേട്ടോ. എന്തെങ്കിലും ആട്ടെ, ഇത് 36 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈസ് റോൾഡ് ഇൻ എ കോൺ. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ചുരുട്ടി എന്താക്കി മാറ്റി? ചുരുട്ടി നമ്മൾ ദാ ഈ ഷേപ്പിലൊരു കോണാക്കി മാറ്റി. കോണാക്കി മാറ്റിയെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ ഹൈറ്റ് എൽ എത്രയാണ്? ഈ ഹൈറ്റ് തന്നെയാണല്ലോ. അപ്പോൾ എൽ ഇക്വൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 36 സെൻറ്റിമീറ്റർ. ഇനി റേഡിയസ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ റേഡിയസ് ആട്ടോ. ഈ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചോണം. ഇക്വേഷൻ എന്ന് പറയുന്നത് ബൈ ഹാർട്ട് പഠിച്ചോണം. ഇതാണ് ഇക്വേഷൻ. ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ഈക്വൽ ടു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ എക്സ് ഡിഗ്രി. എക്സ് ഡിഗ്രി എടുക്കുന്നത് നമ്മൾ മുറിച്ചെടുക്കുന്ന സെക്ടറിൻ്റെ ആംഗിളിനെയാണ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെന്താവും? ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഈ വലിയ സർക്കിളിൽ നിന്ന് മുറിച്ചെടുക്കുന്നതിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 36 ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 300. ക്ലിയർ അല്ലേ? അപ്പോൾ 0 വെട്ടിക്കളഞ്ഞു. ബാക്കി 36 ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു 36 30 കൂടെ 6ൻ്റെ ടേബിൾ ചൊല്ലി വേണേൽ കട്ട് ചെയ്യാമല്ലോ. 6 6 ആർ 36, 6 ബൈ 6 5 ആർ 30 കട്ട് ചെയ്തു. ഇനി നമ്മളിത് എളുപ്പമാർഗ്ഗം എന്താ? 6നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനേതാ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതെന്താവും? ഇപ്പോൾ 36 ഇൻറ്റു 5 ഈക്വൽ ടു 6 ഇൻറ്റു 6 എന്ന് വരും. സോ ആർ ഈക്വൽ ടു എന്ത് ചെയ്യാം? 36 ഇൻറ്റു 5 ബൈ 6. ഇത് രണ്ടും കട്ട് ചെയ്താൽ 6 വരും. 6 5 30 ഈക്വൽ ടു 6 എന്ന് വരും. ഓക്കെ. പിന്നെ അത് കുറച്ചുകൂടി എളുപ്പം നേടാൻ പിള്ളേരെ ഇവിടുന്നേ നമുക്ക് ചെയ്യാമായിരുന്നു കേട്ടോ. ഈക്വൽ ടുവിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളവരെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്താൽ ബാക്കി എന്ത് വരും? 1/r ഈക്വൽ ടു, ഇതൊന്ന് വായിച്ച് കാണിച്ചു തരാം. അതായത് 1/r ഈക്വൽ ടു 1/30 എന്ന് വരില്ല, രണ്ടും കട്ട് ചെയ്താൽ. അപ്പോൾ r ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഇവിടുന്നേ നമുക്ക് 30 എഴുതായിരുന്നു കേട്ടോ. അപ്പോൾ 30 ഡിഗ്രിയാണ് r. ഇനി നമുക്ക് എന്താ? TSA ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. TSA ഈക്വൽ ടു എന്താണ്? πr² പ്ലസ് πrl ആണ്. ഓക്കെ. അപ്പോൾ πr² പൈ ഇൻറ്റു ആർ എത്രയായിരുന്നു നമുക്ക്? ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് 30 30 ഡിഗ്രി അല്ല, 30. 30² പ്ലസ് പൈ ഇൻറ്റു 30 ഇൻറ്റു എൽ എത്ര? 36. ഓക്കെ. ഇനി ഇത് 900 എന്ന് വരും. 900 പൈ പ്ലസ് 30 ഇൻറ്റു 36 3 18 3 9 1 10 108 പൈ രണ്ടും കൂടെ ആഡ് ചെയ്തതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്തത് ലാസ്റ്റത്തെ സ്ഫിയർ ആണ്. സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയും വോളിയം കേട്ടോ. TSA എന്ന് പറയുന്നത് 4πr². വോളിയം ഇസ് ഈക്വൽ ടു 4/3 πr³. ഇനി അതിനെ നമ്മൾ ഹാഫ് ആക്കി എന്ന് വിചാരിക്കുക. ഹാഫ് ആക്കുമ്പോൾ ഹെമിസ്ഫിയർ. അപ്പോൾ എന്താവും? അത് അതിൻ്റെ TSA എന്ന് പറയുന്നത് 2πr²ഉം വോളിയം എന്ന് പറയുന്നത് 2/3 πr³ ആയിരിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾ കാണാതെ പഠിച്ച് നല്ല ഭംഗിയായിട്ട് പരീക്ഷിക്കുക കേട്ടോ. ഇതിൽ ഒരു ചോദ്യം കൂടെ ടീച്ചർ പറഞ്ഞ് നിർത്താവേ. ചോദ്യം ഇതാണ്. TSA ഓഫ് എ സോളിഡ് തന്നിട്ടുണ്ട് 100 ഒരു സോളിഡ് സ്ഫിയർ ആണ്. സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് TSA എന്ന് പറയുന്നത് 100 ഉപരിതല പരപ്പളവാണ് 100 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപരിതല പരപ്പളവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. 4πr² ഈക്വൽ ടു 100 ആണ്. അപ്പോൾ ഈക്വൽട്ടിൻ്റെ അപ്പുറം ഇപ്പുറമുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാമെന്ന് അറിയാമല്ലോ. അപ്പം എന്തായി? കട്ട് ചെയ്തു. അപ്പോൾ 4r² ഈക്വൽ ടു 100. r² ഈക്വൽ ടു എന്ത് എഴുതാം? 100/4. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് r² ഈക്വൽ ടു 25. അപ്പോൾ r ഈക്വൽ ടു √25, അതായത് 5 എന്ന് കിട്ടും. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് r എന്നായിരുന്നു. ആരം എത്രയെന്നായിരുന്നു ചോദ്യം. ഇനി ആരം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അവർ പിന്നെ ചോദിച്ചിരിക്കുന്ന വോളിയം, വ്യാപ്തം അഥവാ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 4/3 πr³ ആണ്. അപ്പം 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആറിൻ്റെ ക്യൂബ്, 5ൻ്റെ ക്യൂബ് എത്രയാണ്? 5ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ഇൻറ്റു 4. 125 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 500 ഡിവൈഡഡ് ബൈ 3 π ക്യൂബിക് യൂണിറ്റ് വരും കേട്ടോ.
അപ്പം ഇത്രയും ചോദ്യങ്ങൾ ടീച്ചർ എല്ലാ പാഠവും ഓടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. മുഴുവൻ മാർക്ക് 80 മാർക്കും വാങ്ങിക്കുക കേട്ടോ. ഓക്കെ.